കാട്ടാക്കട പെരുങ്കുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വലിയമ്പലത്തിന്റെ ശിലാസ്ഥാപനവും ധ്വജപ്രതിഷ്ഠയുടെ രണ്ടാം ഘട്ടമായ തൈലാധിവാസവും നടന്നു. ക്ഷേത്രതന്ത്രി തിരുവല്ല കുഴിക്കാട്ടിലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിയുടെ നേതൃത്വത്തിലാണ് തൈലാധിവാസ ക്രിയകൾ നടന്നത്. ക്ഷേത്രമേൽശാന്തി എസ് കൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര സമിതി അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടും ചടങ്ങുകളുടെ ഭാഗമായി ഉണ്ടായിരുന്നു. MLA-മാരായ ജി സ്റ്റീഫൻ, IB സതീഷ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പെരുങ്കുളത്തൂർ നാരായണീയ സമിതിയുടെ നാമഭേരിയും ചോറ്റാനിക്കര സത്യനാരായണമാരാരും 55-ൽ പരം കലാകാരന്മാരും പങ്കെടുത്ത പഞ്ചാരിമേളവും ചടങ്ങിന് മാറ്റുകൂട്ടി. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്താണ് ശരിക്കും തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഏതൊരു ക്ഷേത്രവും മഹാക്ഷേത്രമായി മാറുന്നത് അവിടെ ഒരു ധ്വജപ്രതിഷ്ഠ നടക്കുമ്പോഴാണ്. ഈ പെരുങ്കുളത്തപ്പന്റെ നാട്ടിലെ ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു ധ്വജ പ്രതിഷ്ഠ നടക്കുക എന്നുള്ളത്. ആ സ്വപ്ന സാഫല്യം ഇന്ന് പൂമണിഞ്ഞിരിക്കുകയാണ്. തൈലാധിവാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. തൈലാധിവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തേക്കിൻ തടി 48 വിശിഷ്ട സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് 6 മാസത്തോളം ഈ എണ്ണയിൽ, ഈ 48 വിശിഷ്ട നല്ലെണ്ണയിൽ സൂക്ഷിക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ കൊടിമര പ്രതിഷ്ഠയിലേക്ക് പോകുന്നത്. ഏതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. മഹാക്ഷേത്രമായി മാറുന്നതിന്റെ ആരംഭമാണ് ഈ ധ്വജപ്രതിഷ്ഠ എന്ന് പറയുന്നത്. എന്തായാലും ഇത് സാധ്യമാക്കിയത് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ശ്രീ ഹരികുമാർ ഉൾപ്പെടെയുള്ള RKN ഹാളിലെ ഹരികുമാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സുമനസ്സും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സുമനസ്സും ഒക്കെ കൊണ്ടാണ് ഇത് പൂർത്തിയായത്. ഏതൊരു ക്ഷേത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണവും അർച്ചനയും ഒക്കെയാണ്. അങ്ങനെ വെച്ച് വിലയിരുത്തുമ്പോൾ ഈ ക്ഷേത്രം ഇങ്ങനെ ഒരു വലിയ അഭിവൃദ്ധിയിലേക്ക് പോകുന്നത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ നല്ല മനസ്സും നല്ല സമർപ്പണ മനോഭാവവും ഉള്ളതുകൊണ്ടാണ്. ശ്രീ RKN ഹരികൃഷ്ണന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിന്റെ വേണ്ടി പ്രവർത്തിച്ച എല്ലാ സമനസ്സുകളായ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ചടങ്ങാണ് നടന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എന്താണ് തോന്നുന്നത്? ശരിക്കും ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാൻ നന്ദി പറയുന്നു പെരുങ്കുളത്തോടൊപ്പത്തിലൂടെ. അതിന് ഭംഗിയായിട്ട് കാര്യം നടത്താൻ പറ്റിയതിൽ വളരെ ഒറ്റ സന്തോഷത്തിൽ ഇതുകൊണ്ട് സഹകരണം കൊണ്ട് ഞങ്ങൾക്കുള്ള നാട്ടുകാരുടെ സഹകരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തി നാട്ടിൽ ഇതോടുകൂടി ഒരു പുരോഗമനം വരണം. അത്രേ എനിക്കിപ്പോൾ പ്രധാനമായിട്ട് പറയാവുള്ളൂ. കേട്ടോ, വളരെ സന്തോഷം.